പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും കാണാത്ത ഒരു മതിൽ, ഒരു കാവൽ, ഒരു പ്രൊട്ടക്ഷൻ സ്വർഗീയ പിതാവ് നമുക്ക് ചുറ്റും കൽപ്പിച്ചിട്ടുണ്ട്. അത് അദൃശ്യമാണ്, നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. ആയതുകൊണ്ട് ആർക്കും ഏത് സമയവും വന്ന് നമ്മെ തോണ്ടുവാൻ സാധിക്കത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പായുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമല്ലേ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെ കണ്ടാൽ നമ്മളുടെ അപ്പായെ പോലെ തന്നെയാ അല്ലേ? അവിടുത്തെ കൺമണിയാ നാം ഓരോരുത്തരും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയരോട് പറയട്ടെ, പിശാചിന് അവൻ്റെ വേസ്റ്റ് കൊണ്ടിടാൻ പറ്റുന്ന ഒരു ട്രാഷ് ബോക്സ് അല്ല നാം ആരും. കർത്താവിൻ്റെ കൺമണിയാകുന്ന നമുക്ക് ചുറ്റും വലിയ സ്വർഗീയ കാവൽ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കടലിന് കവിഞ്ഞു കൂടാതെ വണ്ണം മണൽ അതിരാക്കിയിരിക്കുന്നു. നോക്കിക്കേ, ഈ വലിയ കടൽ, മഹാസമുദ്രം, അത് കവിഞ്ഞു വരാതെ അതിന് അതിരിട്ടിരിക്കുന്നത് എന്താ? കേവലം മണൽ കൊണ്ട്. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും. സാത്താൻ ദൈവത്തോട് പറയാ, നീ ഇയ്യോബിനും ഇയ്യോബിന്റെ വീടിനും അവനുള്ളതിനും ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത് അസാധാരണമായിട്ടാ. നോക്കിക്കേ, ആ വലിയ സമുദ്രം കവിഞ്ഞു വരാതെ അതിന് ചുറ്റും കേവലം പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ, നിർമ്മിച്ച നമുക്ക് വേണ്ടി എത്രയധികം കരുതും. നിങ്ങൾ ചിന്തിക്കരുത്, ആർക്കും എന്തും എപ്പോഴും ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ. പിശാചിന് നിങ്ങളെ വന്ന് ഏത് സമയവും പ്രലോഭിക്കുവാനോ അല്ലെങ്കിൽ ക്ഷീണിപ്പിച്ച് കളയുവാനോ സാധിക്കും എന്നൊന്നും കരുതരുത് കേട്ടോ. കർത്താവിൻ്റെ കൺമണിയാ. കർത്താവ് നിങ്ങൾക്ക് ചുറ്റും അസാധാരണമായ കാവൽ കൽപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾക്കും നിങ്ങൾക്കുള്ളതിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. നിങ്ങളെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങൾ സുരക്ഷിതരാ. ആ കൈ നെഞ്ചത്തോട് വെച്ച് പറഞ്ഞേ, ഞാൻ എൻ്റെ അപ്പാടെ കരത്തിൽ സുരക്ഷിതമാ. എനിക്ക് ചുറ്റും സ്വർഗം കാവൽ കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉള്ളങ്ങൾ ധൈര്യപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, താങ്ക് യു സോ മച്ച്. ഇത്രയും ശ്രേഷ്ഠവും ശക്തവുമായ ഒരു കാവൽ അവിടുന്ന് ഞങ്ങൾക്ക് ചുറ്റും കൽപ്പിച്ചിരിക്കയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയരെ ഞാൻ അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ രേഖകൾക്കോ ഒന്നും അവരെ തൊടുവാൻ സാധ്യമല്ല. അവർ അങ്ങയുടെ കരത്തിൽ സുരക്ഷിതമാ. പ്രൈസ് ഗാഡ്. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവനുള്ള രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മുദ്ര വെച്ചിരിക്കയാൽ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് ചുറ്റും കൽപ്പിച്ചിരിക്കുന്ന തീ മതിലിനായി നന്ദി അപ്പാ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ രോഗങ്ങൾക്കോ അപവാദങ്ങൾക്കോ ഒന്നിനും, ഒന്ന് പറഞ്ഞേ, ഒന്നിനും നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. നിങ്ങളെ തൊടുന്നവൻ അപ്പായുടെ കൺമണിയാ തൊടുന്നത്. കൺമണിയെ തൊടുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? നോ. ചുറ്റും ശക്തമായ കാവൽ സ്വർഗം കൽപ്പിച്ചിരിക്കുന്നു. ബ്ലെസ് യു.